ഇന്ന് 3:35 പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഒരു വിളി വരുന്നത് അവരുടെ കയ്യിൽ ഒരു ആയുധവുമില്ല എന്നുള്ളതാണ്. ഒരു സംവിധാനം അവരില്ല. അവരിൽ ആകെയുള്ളത് ഭീകരവാദം മാത്രമാണ്. ആ ഭീകരവാദത്തിൻ്റെ കൂടെ നിന്നിട്ട് അവർ ഈ കഴിഞ്ഞ നാളുകൾ മുഴുവൻ ഈ കഴിഞ്ഞ 88 മണിക്കൂറായി ഭീകരവാദികൾ എന്താണോ ഒരു രാജ്യത്തിനെതിരെ ചെയ്യുന്നത് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ മുന്നിൽ ഒരു എന്താ പറയുക, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു തേങ്ങാക്കൊലയില്ല. പിന്നെന്താണ്, ചൈനയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കുറേ ആയുധങ്ങൾ എല്ലാം പോണ വഴിക്ക് പൊളിഞ്ഞു വീഴുകയാണ്. ഒരു സംവിധാനം അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ്റെ വലിപ്പം മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. വെറും 88 മണിക്കൂറോട് ഇന്ത്യയുടെ അറ്റാക്ക് താങ്ങാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് താങ്ങാനുള്ള ഒരു ശക്തി പോലും ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല പാകിസ്ഥാൻ്റെ ശൈലി പ്രകാരം അവർ ഇതുപോലെ നിർത്താനൊന്നും തയ്യാറാകുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിർത്തി മേഖലയിൽ മലയാളത്തിൽ പറഞ്ഞാൽ കല്ല് പടക്കി എറിയുന്ന പരിപാടിയാണ്. അവരെപ്പോഴും എല്ലാ കാലങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി അതാണ് അവരുടെ ശൈലി എന്ന് പറയുന്നത്. അവരുടെ മോട്ടോറിങ് മിസൈലുകൾ നമ്മുടെ രാജ്യത്തേക്ക് വിടുന്നു. അവരുടെ ആർമിയാണ് അവിടുത്തെ സംവിധാനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത്. ഈ പറയുന്ന അതിർത്തി മേഖലകളിൽ മുഴുവൻ പ്രകോപനം നടത്തുന്നത് അവിടുത്തെ ആർമിയാണ്. പണ്ടും അങ്ങനെ തന്നെയാണ്. ആ ആർമിയുടെ ഭാഗമായി നിൽക്കുന്നവർ 80% വരുന്നവരും തീവ്രവാദികളാണ്. തീവ്രവാദ കേന്ദ്രങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്, അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി മാത്രം നിൽക്കുന്ന ഒരു സംവിധാനത്തെ 88 മണിക്കൂറും കൊണ്ട് വിറപ്പിച്ചു എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ മികമെന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ശൈലി അടി പോലും ഏറ്റെടുക്കാനുള്ള ശേഷി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. നമ്മളെന്നും ഭീകരവാദത്തിനെതിരാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. ഇന്നും എല്ലാവരും പറയുന്നത് എന്താണ്, ഇന്ന് നമ്മുടെ ബ്രീഫിംഗ് നടക്കുന്ന എന്താണ്, നമ്മൾ ഭീകരവാദത്തിനെതിരാണ് യുദ്ധം ചെയ്തത്. നമ്മളെ ചെതിർത്ത് നിൽപ്പ് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ നുണയാണ്. ഒരക്ഷരം പോലും നല്ല കാര്യം പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞു നമ്മുടെ ബ്രഹ്മോസ് ബേസ് ആക്രമിച്ചു. ആക്രമിച്ചിട്ടില്ല. നമ്മുടെ വിമാനത്താവളങ്ങൾ ആക്രമിച്ചിട്ടില്ല. നമ്മുടെ S-400 ആക്രമിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒന്നും നടന്നിട്ടില്ല. നമുക്ക് തന്നെ അറിയാം. കാരണം ഇന്ത്യൻ മാധ്യമങ്ങളെ ഒന്നും ആരും എവിടെയും ബഹിഷ്കരിച്ചിട്ടില്ലല്ലോ. എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർമാരടക്കം ഈ പറഞ്ഞ അതിർത്തി മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും ആകാശത്ത് തന്നെ വെച്ച് നമ്മുടെ S-400 നിഷ്ഫലമാക്കി പൊളിച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവരെ സംവിധാനം ഒരു ലക്ഷ്യത്ത് പോലും മിസൈൽ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള. അവരുടെ ഡ്രോണുകൾ എവിടെയാണ്, നമ്മുടെ വയലുകളിലും വിജനമായ പ്രദേശങ്ങളും പോയി വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മുടെ ആർമി തകർത്തു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ പാകിസ്ഥാൻ്റെ കഴിവ് എത്രയുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ പറയുമായിരുന്നു ഒരു ദിവസം അടിച്ചാൽ തീരുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ എന്നുള്ളത്. നമ്മൾ വെറുതെ വാക്ക് പറഞ്ഞ കാര്യമാണ്. ഒരു ദിവസം ഇന്ത്യയുടെ അടി താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനില്ല എന്നുള്ളതാണ്. അവിടെ ഇന്ത്യയുടെ ഒരു ആക്രമണം ഒരു ചെതിർത്തിപ്പ് വന്ന സമയത്ത് തന്നെ അവിടുത്തെ നേതാക്കന്മാർ തമ്മിലടിക്കുകയാണ്. ഭൂലോകമായി അവരെല്ലാം പറയുന്നത്, അവരുടെ ശൈലിയിൽ അവർ പ്രധാനമന്ത്രിക്കെതിരെ തിരിയുന്നു, അവിടുത്തെ MP പ്രധാനമന്ത്രിക്ക് തിരിയുന്നു, അവിടുത്തെ മിലിറ്ററി കമാൻഡൻറ്റിനെതിരെ തിരിയുന്നു, മിലിറ്ററി മേധാവിക്കെതിരെ തിരിയുന്നു. അതുപോലെ ശക്തമായ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യ തിരിച്ചടിക്കുകയല്ല ചെയ്തില്ല. തിരിച്ചടിക്കുന്നതിന് മുൻപേ ആദ്യം ചെതിർത്തിൽപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഇന്ത്യയുടെ ഒരു മിലിറ്ററിയുടെ സംവിധാനത്തിനെ ഒന്നും തൊടാനോ അതിൻ്റെ 7 അയലക്കത്ത് വരാൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മിലിറ്ററി ആയുധങ്ങൾ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഇത്ര ശതമാനം മിലിറ്ററി സംവിധാനത്തിൽ മാറ്റിവെക്കുമെന്ന് പറയുന്നതാണ്. നമ്മുടെ 7000 കോടി രൂപയാണ് ഈ പറഞ്ഞ S-400 വില. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. 7000 ഒരു സിസ്റ്റത്തിന്. അങ്ങനെ 35,000 കോടി രൂപേൻ്റെ സാധനം വാങ്ങുന്ന സമയത്ത് വിമർശിച്ച ആൾക്കാരുണ്ടാവില്ലേ. 35,000 കോടി എന്താണ്, 5 മെഷീനാണ് എന്നുള്ളതാണ്. അതുപോലെ റാഫേൽ വിമാനം വാങ്ങുന്ന സമയത്ത് നമ്മളെന്താ പറഞ്ഞത്, അത് ഇത്രയധികം വിമാനം അഴിമതിയാണെന്ന് പറഞ്ഞ് വാർത്ത നടത്തിയ രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ശക്തമായ രീതിയിൽ നമ്മുടെ ആയുധശേഖരം ഒന്നും പാകിസ്ഥാൻ്റെ കയ്യിൽ ഇനി കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. അവർക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ 20 കിലോമീറ്റർ അടുത്ത് വരെ നമ്മളെത്തി.
ഇല്ലേ? അവിടെ പിന്നെ വിമാനത്താവളത്തിൽ അവർക്ക് നമ്മുടെ ഏരിയയിൽ കൂടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അവരെന്താണ് അവർ ചെയ്യുന്നത്? എന്താണ്? സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരുടെ അടുത്ത് എന്താണ് അതിർത്തിയിലുള്ള കർഷകരുടെ അടുത്തേക്കും മാത്രമാണ് അവരെ ഷെല്ലാക്രമണം എത്തിയിട്ടുള്ളത്, അവരുടെ വെടിവെപ്പ് എത്തിയിട്ടുള്ളത്. അല്ലാതെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം ശക്തമായ രീതിയിലുള്ള ഇന്ത്യയുടെ പ്രതിരോധം താങ്ങാനുള്ള ഒരു ശേഷിയും ഈ പറഞ്ഞ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കുന്ന പ്രതിരോധ എക്യുപ്മെൻറ്റുകൾ 80% വാങ്ങുന്നത് പാകിസ്ഥാനാണ്. ആ 80% വാങ്ങുന്ന പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം ഒരു കാര്യം കൂടെ ഉറപ്പിക്കാനായി, എന്താണ് ഈ ആയുധം വെച്ചിരിക്കുന്ന ചൈനേൻ്റെ അവസ്ഥ ആലോചിച്ചാൽ മതി. ചൈന എന്താണ് പറയുന്നത്? ചൈന പറയുന്നത് ഞങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ അധികം ഞങ്ങളുടെ കയ്യിൽ ആവശ്യമില്ല, അതെന്താണ് എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണെന്ന് പറയുന്നത്. ഈ നിർമ്മിക്കുന്ന സാധനമാണ് ചൈന വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സാധനം കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ഒഫീഷ്യലായി തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു, നിങ്ങൾ തന്ന ഈ പറഞ്ഞ എന്താണ് പിന്നെ സൈനിക സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളും എന്താണ് തല്ലിപ്പൊളിയാണ്, ഇനി ഈ സാധനം ഈ ചൈനയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പം അവരുടെ ഒരു സംവിധാനത്തെയും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ് വന്നിട്ട് പറയുന്നത് ഓരോ കാര്യങ്ങളും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ആർമിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷം ഇന്ത്യൻ ആർമിയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇന്ത്യൻ ആർമിയാണ് പ്രസ് ബ്രീഫിംഗ് നടത്തുന്നത്. അവർക്ക് എന്താണോ ചെയ്യേണ്ടത് എല്ലാം ഇന്ത്യൻ ആർമിയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുന്നു, MP പറയുന്നു, ഉപപ്രധാനമന്ത്രി പറയുന്നു, എല്ലാവരും നിലവിളിക്കുകയാണ്. എന്താണ് ഇന്ത്യ ചതിച്ചു എന്നാണ് പറയുന്നത്. എന്ത് ഇന്ത്യ ചതിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ തീവ്രവാദം വളർത്തുകയും തീവ്രവാദമായി മുന്നോട്ട് വലിയ ശക്തമായ രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിട്ട് ഒരടി താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഈ പറയുന്ന സംവിധാനം ഇവർ തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അവരുടെ മനസ്സിലുള്ളതും അവരുടെ ജീനിലുള്ളതും തീവ്രവാദമാണ്. ആ തീവ്രവാദം എന്നും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. എത്ര കൊല്ലങ്ങളായി അവരതാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ആ തീവ്രവാദം ഇനി തുടർന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുന്നത്. അപ്പം വെടിനിർത്തൽ തയ്യാറാണ് എന്ന് പറയുന്ന സംവിധാനം ഇന്നലെയൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും, ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളെന്താണ് തകർക്കാൻ പറ്റാത്ത മതിൽ എന്ന് പേരൊക്കെ ഇട്ടിട്ടൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഓപ്പറേഷനൊക്കെ എതിലെ പോയത് കണ്ടിട്ടില്ല. ഒരു തകർക്കാൻ പറ്റാത്ത മതിൽ എന്നായിരുന്നു അതിന് പേരിട്ടത്. അതോടുകൂടി തന്നെ അത് തീർന്നു. അപ്പം ശക്തമായ രീതിയിൽ ഇന്ത്യയുടെ പ്രതിരോധം ഏറ്റെടുക്കാൻ പ്രതിരോധം താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ പ്രകോപനം തുടരുമോ എന്ന് ചോദിച്ചാൽ തുടരാനാണ് പാകിസ്ഥാൻ്റെ ഒരു ജീൻ വെച്ചിട്ട് സാധ്യത എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.